യഥാർത്ഥ ശിഷ്യൻ ആരാണ് എന്ന് മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായം 21 മുതൽ വരച്ചു വെക്കുകയാണ്. കർത്താവേ കർത്താവേ എന്ന് എന്നോട് വിളിച്ചപേക്ഷിക്കുന്നവനല്ല, എൻ്റെ സ്വർഗസ്ഥനായ പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റുന്നവനാണ് സ്വർഗത്തിലേക്ക് പ്രവേശിക്കുക. അവൻ്റെ ശിഷ്യത്വത്തിൻ്റെ ഭാഗമാകാൻ നമ്മൾ വാ തുറന്ന് ഈശോയെ കർത്താവേ 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 എന്ന് വിളിക്കുന്നത് കൊണ്ട് മാത്രമല്ല, മറിച്ച് ഇതിലെല്ലാം നീ എത്രമാത്രം സ്വർഗീയ ഇഷ്ടം, സ്വർഗത്തിൻ്റെ ഇഷ്ടം ജീവിതത്തിൽ നിവർത്തിയാക്കുന്നു എന്നതാണ് ശിഷ്യനാകാനുള്ള മാനദണ്ഡം. അപ്പോൾ ശിഷ്യനാകാനുള്ള ആദ്യത്തെ ക്വാളിറ്റി, നീ നിൻ്റെ ഇഷ്ടങ്ങളാണോ ജീവിതത്തിൽ നിവർത്തിയാകുന്നത്, അതോ സ്വർഗീയ ഇഷ്ടങ്ങളാണോ? സ്വർഗം പറഞ്ഞതുകൊണ്ടാണോ നീ ഇന്നത് ചെയ്തത്? എങ്കിലത് പ്രതിഫലമുണ്ട്. നീ ശിഷ്യനായി മാറുകയാണ്. ഒരു യഥാർത്ഥ ശിഷ്യനായി മാറാൻ സ്വർഗത്തിൻ്റെ ശബ്ദം കേൾക്കുകയും അതനുസരിക്കുകയും ജീവിക്കുകയും ചെയ്യുക. ആമേൻ.